ഇന്ന് റിയാദിലെ ഒരേ ഒരു ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഓൺ വോയിസ് കിങ്ങിന്റെ ജന്മദിനാണ്. പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ സ്പെഷ്യൽ ഡേ ആണെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും ഫോൺ സ്വിച്ച് ഓഫ് ആക്കരുത്. ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ 2 മണിക്കൊക്കെ കേക്ക് വൈഫ് വിളിച്ചു പറഞ്ഞ എന്ത് ഇക്കാന്റെ ജന്മദിനാണ്, കേക്കും ഒരു ഷർട്ടും കൊടുക്കുന്നുള്ളത്. ഓക്കെ, അറേഞ്ച് ചെയ്ത് അവന്റെ ബദറു സുഹൃത്തുണ്ട്, അവനും സ്വിച്ച് ഓഫ്. ഞാൻ ഇവിടെ പറഞ്ഞു 12 മണി വരെ ഞങ്ങൾ കാത്തുനിന്ന് ഇവിടെ. കാരണം ഞങ്ങൾ പുതിയ ഫ്ലാറ്റിലേക്ക് മരുമോൻ വന്നിട്ടില്ല, അവൻ എത്തിക്കാന്ന് പറഞ്ഞത്. അവൻ ഫോൺ എയർപ്ലെയിൻ മോഡ് ഇട്ടോ, കിടന്നുറങ്ങി. ഞാൻ കിടന്നുറങ്ങി, ഇവനും കിടന്നുറങ്ങി. പിന്നെ എന്തോ ഭാഗത്തിന് ഇവന് എയർപ്ലെയിൻ ഇടാൻ മറന്നാണ്. അങ്ങനെ ആളെ കൊടുന്ന് ഡോറ് തുറന്ന് കേക്കും റോസാപ്പൂവും കൊടുത്ത് ജന്മദിനം ആഘോഷിച്ച് സ്വീകരിച്ചിരുത്തി. പക്ഷെ എന്താ പറയുള്ളത് വെച്ചാല്, ഒരു കാരണവശാലും നിങ്ങൾ ഫോണ് ഓഫാക്കുക, വിളിച്ചെടുക്കാതിരിക്കുക ചെയ്യും. അപ്പൊ എന്തായാലും റിയാദിൽ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ ജന്മദിനം ഞങ്ങള് ജാം ജംഗ്ഷനിൽ ഫസ്റ്റത്തെ ബർത്ത്ഡേ അല്ലേ, ഇനി ഒരുപാട് ബർത്ത്ഡേകൾ ഈ ജാം ജംഗ്ഷൻ സ്റ്റുഡിയോയിൽ ആഘോഷിക്കാൻ സാധിക്കട്ടെ. അല്ല, വരുന്നൊരു 12 മണിക്ക് മുമ്പ് വരിക. ആള് അവിടെ കാണിച്ചു തരാം. 35 നിന്ന് 36 ആള് കടന്ന്. പക്ഷെ ആളെ കുട്ടിക്കളിക്ക് ഒരു മാറ്റമില്ല, ഇപ്പോഴും ആ പഴയ കളി തന്നെയാണ്. ഇങ്ങനെ ആഘോഷം കഴിഞ്ഞില്ല. ആൾക്കാർ ചോദിച്ചാൽ കല്യാണം കഴിക്കാത്തത് എന്നോട് ചോദിച്ച് മോർക്ക് 40 കഴിച്ചില്ലേ. അപ്പൊ എന്തായാലും ഒരു ജന്മദിനം കൂടി ഞങ്ങള് ആഘോഷിച്ചു ഇവിടെ. ഓക്കെ, ജാം ജംഗ്ഷൻ സ്റ്റുഡിയോയില് ആദ്യത്തെ ജന്മദിനം ആഘോഷിച്ചത് പട്ടാമ്പിക്കാരനായിട്ടുള്ള അയമുട്ടിന്റെ ജന്മദിനാണ്. വേണ്ടപ്പെട്ടവർക്കൊപ്പം ഒരുപാട് കാലം സന്തോഷം ജീവിക്കാൻ പഠിച്ചവർക്ക് നല്ല ആരോഗ്യം. കേക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. ഓക്കെ, എന്തായാലും നല്ല ഷർട്ടും കിട്ടിക്കണ്. അപ്പൊ ഞങ്ങൾ ഉറങ്ങണം, വേഗം പോയി തന്നെ കിടന്ന് ഉറങ്ങായി.